അല്ലാതെ അതിനകത്ത് ഒരു ഇതുമില്ല. ഇവിടെ അവിടെ ജനറൽ സെക്രട്ടറി എടുത്ത തീരുമാനം ബോർഡിന് മുമ്പിൽ വെക്കുകയായിരുന്നില്ല ഐക്യത്തിൽ വേണ്ടായിരുന്നത്. ബോർഡിലുള്ള മുഴുവൻ പേരും ഒരാളെ ഉള്ളൂ വരാതിരുന്നത്. അത് ഗണേഷ് കുമാർ അന്ന് റിപ്പബ്ലിക് ഡേ സംബന്ധിച്ചുള്ള ഫ്ലാഗിൻ്റെ ഹോസ്റ്റിങ്ങും മറ്റുള്ള കാര്യങ്ങളും പോകേണ്ടതുകൊണ്ട് ഞാൻ ലീവ് ലെറ്റർ തന്നു. നിങ്ങൾ ചൂണ്ടിക്കാണിച്ചത് ഈ ഹൈന്ദവ ജനവിഭാഗങ്ങളുടെ ഒരു വലിയ പ്രതിസന്ധിയാണ്. അതിനെ അതിജീവിക്കാൻ വേണ്ടി കൂടിയായിരുന്നു ഐക്യം എന്ന് പറഞ്ഞിരുന്നത്. അപ്പൊ ആ ഒരു പ്രതിസന്ധി അവിടെ അവശേഷിക്കില്ല. അതിനെ എങ്ങനെയാണ് മറികടക്കുക? ഞാൻ എൻ്റെ സമുദായം, ഞാൻ പ്രവർത്തിക്കുന്ന എനിക്ക് വേണ്ടിയോ എൻ്റെ വീട്ടുകാർക്ക് വേണ്ടിയോ അല്ല, NSSന് വേണ്ടിയാണ്, നായർ സമുദായത്തിന് വേണ്ടിയാണ്. ഇല്ലേ? അത് മറ്റൊരു സമുദായത്തിന് ദോഷകരമാകരുത് എന്നുമുണ്ട്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. മറ്റുള്ളവർ പ്രവർത്തിക്കുന്ന ആർക്ക് വേണ്ടിയാണെന്ന് അവർ ആലോചിക്കട്ടെ. തുഷാർ വെള്ളാപ്പള്ളി നിശബ്ദത പാലിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി അഭിപ്രായം തുടർച്ചയായിട്ടുള്ള ഈ ന്യൂനപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ വീണ്ടും ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഭൂരിപക്ഷ വിരുദ്ധ പ്രസ്താവനകൾ പലതരത്തിലേക്ക് ഞങ്ങൾക്ക് അതിനൊന്നും കിട്ടുക സാറേ, അങ്ങനെ വിചാരിക്കേണ്ട. ഞങ്ങളിവിടെ ഭൂരിപക്ഷവും ന്യൂനപക്ഷവും അതുപോലെ തന്നെ എല്ലാ സമുദായങ്ങളും എല്ലാ മതങ്ങളും ഒരുപോലെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ബൈലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂല്യമായ അടിസ്ഥാനമാണ്. അത് തെറ്റിച്ചിട്ട് ഒരു പരിപാടിയില്ല. SNDP NSS ഐക്യമാകുകയായിരുന്നെങ്കിൽ ഈ മൂല്യങ്ങൾക്ക് വിധേയമായിട്ട് മാത്രമേ ഞങ്ങളാവൂന്ന് കണ്ടീഷനാണ് പറഞ്ഞത്. ഇപ്പൊ തന്നെ ഇന്നത്തതിലുണ്ട് അത് ചില ഭീഷണികളുണ്ട്. ചില അതെ, അപ്പം നമുക്കിപ്പോൾ ഇതിനൊന്നും കൂട്ടുപിടിക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് അദ്ദേഹത്തെ പറ്റി ഒരു ആക്ഷേപം കൂടുതൽ പറയാനുമില്ല. എല്ലാം ലീഗിനെതിരാണെന്നാണ് പുള്ളി പറഞ്ഞു വിട്ടുള്ളത്. മുസ്ലിം സമുദായത്തിനെതിരല്ല, ലീഗിനെ മാത്രമാണ് ഈ പറയുന്നതെന്നാണ് പറയുന്നത്. അതെന്തിനത്? ഞങ്ങൾ പറയുന്നത് ആരോടും എതിരിടാൻ പാടില്ലെന്ന്. എങ്ങനെ യോജിക്കും? ഇത് തമ്മിൽ എങ്ങനെ യോജിക്കും? പിന്നെ എങ്ങനെ ഐക്യം ഉണ്ടാവും? ഇന്നത്തെ പ്രസംഗത്തിൽ പറഞ്ഞത് താങ്കൾ പൂർണ്ണമായും ഈ ഐക്യത്തിന് അനുകൂലമായിരുന്നു. ഡയറക്ടർ ബോർഡിൽ വന്നപ്പോഴാണ് ആയിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോഴല്ലേ ഇങ്ങനെ ഈ പച്ചല വെച്ച് ഊതുമല്ലോ. പച്ചല വെച്ച് ഊതത്തില്ലേ? ഊതി വന്നപ്പോൾ ഇല തെളിഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു കണക്കിന് അത്രയും താമസം വന്നത് നന്നായിന്ന് എൻ്റെ അഭിപ്രായം. കൂടിക്കാഴ്ചയ്ക്കോ അല്ലെങ്കിൽ കോണ്ടാക്ട്സിനോ. അതുകൊണ്ടാണ് ഇത് മുഴുവൻ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ. അവർക്ക് അതിനപ്പുറത്തൊന്നും പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് അവർ ആ രീതിയിൽ പ്രവർത്തിച്ചോട്ടെ. ഞാനതിന് തെറ്റും പറയുന്നില്ല. അവരുടെ നയങ്ങളനുസരിച്ച് അവർ പ്രവർത്തിച്ചോട്ടെ. ഞങ്ങളുടെ നയങ്ങളനുസരിച്ച് ഞങ്ങളും പ്രവർത്തിക്കാം. പക്ഷേ ഇത് തമ്മിൽ പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് നമ്മളിത് വേണ്ടെന്ന് വെച്ചത്. ഈ VD സതീശൻ കഴിഞ്ഞ ദിവസം ഇതിനോടെ ഈ പിരിഞ്ഞ സമയത്ത് പറഞ്ഞത് ഈ ഒരു അവരുടെ ആഭ്യന്തര കാര്യമാണ്. പക്ഷേ തങ്ങളുടെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ സമുദായ സംഘടനകൾ ഇടപെടാൻ വരരുത് എന്നാണ് നിലപാട് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വീണ്ടും ആവർത്തിച്ചത് രാഷ്ട്രീയ പാർട്ടികൾ, അതായത് സമുദായ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികളുടെ കാര്യത്തിൽ ഇടപെടാൻ വരരുത് എന്ന് അദ്ദേഹം ആവർത്തിച്ച് ചൂണ്ടിക്കാട്ടിയിരുന്നു. അങ്ങനെയാണെങ്കിൽ അവരും രാഷ്ട്രീയ കാര്യത്തിന് വേണ്ടി സമുദായ നേതൃത്വത്തെ കാണാൻ വരരുത്. വന്ന് കണ്ടു കിടക്കരുതെന്ന് നിരങ്ങരുതെന്നൊക്കെയാണ് പിന്നെ ഇപ്പോൾ പറയുന്നത്. എന്തിനാണ് കാണാൻ വരുന്നത്? സമുദായ സംഘടന കാണാൻ പറ്റുന്നത്. VD സതീശൻ എവിടാ പോയി? അടുത്ത ദിവസം പോയത് സെനറ്റിന് പോയില്ല. അതുപോലെ എവിടെയെല്ലാം പോകുന്നു. അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യം, അവർ പൊക്കോട്ടെ, അതിന് കുഴപ്പമില്ല. പക്ഷേ ഇത് പറയുകയും പ്രവൃത്തി വേറൊന്നും അത് ഞങ്ങൾക്കില്ല. അല്ല, അതില്ലെന്നല്ലേ ഇപ്പം തെളിയിക്കുന്നത് അല്ലേ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവർ ശ്രമിക്കുന്നത് എന്തെന്നാ? അവിടെ ന്യൂനപക്ഷത്തിനെ കയ്യിലെടുക്കാനല്ലേ ശ്രമിക്കുന്നത്.
അല്ലേ? അത് പ്രവൃത്തിയല്ലേ? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സാമുദായിക സംഘടനയെ ആക്ഷേപിക്കാനൊന്നും ആരും ശ്രമിക്കരുത്. അതവർക്ക് ഇന്നല്ലെങ്കിൽ നാളെ അത് ശരിക്കും പാരയായിത്തീരും. അവരുടെ രാഷ്ട്രീയത്തോടൊന്നും എനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഇത് പറഞ്ഞുകൊണ്ടുള്ള ഒറ്റ വിരോധമല്ല, വേറെ ഒന്നുമില്ല. ഒറ്റ വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു, എനിക്ക് അബദ്ധം പറ്റിപ്പോയി, ഇതൊന്ന് ഞാൻ തൂത്ത് കളയണം എന്ന് മാത്രം പറഞ്ഞില്ലായിരുന്നു. രഹസ്യമായി വന്ന് പറഞ്ഞത് വേറെ പലയിടത്തും പോയി പറഞ്ഞാൽ മതി. പരസ്യമായിട്ട് പത്രത്തിൽ കൂടെ നിങ്ങളൊരു യോഗത്തിൽ വെച്ച് അയാളുടെ ദൂതനെ അയച്ചിരുന്നില്ല, ഒരു യോഗത്തിൽ വെച്ച് പരസ്യമായിട്ട് ഇങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റിയിട്ടുണ്ടെന്ന് മാത്രം പറഞ്ഞാൽ മതി, ഞങ്ങൾക്ക് തരികയോ ഞങ്ങളെ കാണുകയോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത് ഞങ്ങൾക്കുണ്ട്. ഇല്ല, ആ ദൂതൻ വന്നാൽ അയച്ചതാണോ അയാൾ എന്നാണ് അങ്ങനെ സെക്രട്ടറിയാ വന്നത്. പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ എന്തോ അന്ന് തീരുമാനം ഇനിയും തിരുത്തില്ല എന്ന് വെച്ചാൽ അയാൾ ഒരുപാട് വരമ്പ് ചാടിക്കഴിഞ്ഞു. അതെ, പിന്നെ അതെ ഇല്ല, ശ്രമിച്ചില്ല. നിങ്ങളുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി വരേണ്ട ഒരാൾ, അങ്ങനെ പരിചയമുള്ള ആളാണ്. അയാൾ വന്നേച്ച് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇത് ഒന്ന് തീർക്കാമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഡിമാൻഡും ഇല്ല. കറക്റ്റ് ആ സമയത്താണ്. അല്ല, അത് വന്ന് നോക്കിയേച്ച് പോയി, അത് സംശയമൊന്നുമില്ല. അത് അങ്ങനെയാണല്ലോ രാഷ്ട്രീയക്കാരുടെ. ഈ തെരഞ്ഞെടുപ്പിന് മുമ്പ് NSSനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ ഇതിന്റെ ഭാഗമായി കൊണ്ട് കെട്ടാനുള്ള ശ്രമമാണോ നടന്നത്? NSSനെ കെട്ടാനല്ല, NSSനെ കെട്ടാനാണോ എന്ന് അറിയാനില്ല. അത് ഇത് പിന്നീട്ടിലേ അറിയാനൊക്കത്തുള്ളൂ. പക്ഷേ NSS എടുത്തിട്ടുള്ള തീരുമാനത്തിൽ നിന്ന് രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു നായരും NSSന്റെ തീരുമാനത്തിന് വിരുദ്ധമായിട്ട് പോകത്തില്ല. ഈ സതീശൻ പക്ഷെ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നേ വെള്ളാപ്പള്ളി പറയുന്ന ഈ വർഗീയതയാണ് അദ്ദേഹം എതിർക്കുന്നത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. സതീശൻ എപ്പോഴും ചൂണ്ടിക്കാണിക്കുന്നത് നിങ്ങൾ വർഗീയത പറയാതിരുന്നാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല എന്നുള്ളതാണ്. ആര് വർഗീയത പറഞ്ഞു? സതീശൻ, വെള്ളാപ്പള്ളി. അല്ല, ഇവിടെ വന്നപ്പോൾ ഞങ്ങളോട് പെരുമാറാൻ കാര്യം വന്നു. അതിനകത്ത് ഞങ്ങളും പെടത്തില്ലേ. ഇവിടെ വന്ന് എന്നെ ജയിപ്പിക്കണേ, അവിടെ നായന്മാരുണ്ട് ഇദ്ദേഹത്തിൻ്റെ നിയോജക മണ്ഡലത്തിൽ തോനെയുണ്ട്. അപ്പം അവരുടെ ഒരു സഹായം എനിക്ക് തേടിത്തരണം എന്ന് പറഞ്ഞല്ലേ വന്നത്. അപ്പോൾ ഞങ്ങളുടെ ഇതനുസരിച്ച് അവിടെ ഒരു താലൂക്ക് യൂണിയൻ പ്രസിഡന്റ്, ആ താലൂക്കിലെ ഒരു പ്രസിഡന്റ് കാണും, കമ്മിറ്റി എല്ലാം. ആ പ്രസിഡന്റിനെ വിളിച്ച് പറഞ്ഞാൽ ഇദ്ദേഹം ഇരിക്കുമ്പം തന്നെ ഞാൻ വിളിച്ചു പറഞ്ഞു. ഞങ്ങളപ്പോഴും സമദൂരത്തിലാണ്, എന്നിട്ടും ഞാൻ വിളിച്ചു പറഞ്ഞു വേണ്ട സഹായം ചെയ്തു കൊടുക്കും. അയാൾ സഹായിച്ചു. ഇല്ലില്ല, കൊടുത്തോട്ടെ ആര് വേണേൽ കൊടുത്തോട്ടെ. ഞങ്ങൾക്ക് ഇത്തവണ ആരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടാൻ പോകും. സമദൂരം തന്നെ ആർക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുത്തോട്ടെ, കുഴപ്പമൊന്നും. ഓരോരുത്തരുടെ കയ്യിലിരിപ്പനുസരിച്ച് കിട്ടുകയോ കിട്ടാതിരിക്കുകയോ ഒക്കെ ചെയ്യും. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.